بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين نويت الاعتكاف في هذا المسجد لله تعالى الله تعالى كوندي ഈ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുവാൻ ഞാൻ കരുതി എന്ന നിയത്തോടുകൂടെ അള്ളാഹുവിന്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചു തന്ന് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്ന അള്ളാഹു എന്ന് പലയിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ മനുഷ്യന്മാരായ നമുക്ക് ഇവിടെ ജീവിക്കുമ്പോൾ ഭക്ഷണം വേണം. വഹില്ല ലക്കുമുത് ത്വയ്യിബാത്ത്, നിങ്ങളുടെ പ്രകൃതിക്ക് യോജിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിന് യോജിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ശരീരത്തിനോട് യോജിക്കാത്തതൊക്കെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അത് നിങ്ങൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഹലാലാക്കപ്പെട്ടതിൽ 2 ശവങ്ങളുണ്ട്. 2 ശവങ്ങൾ നമുക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. ആ 2 ശവങ്ങളെ ഹലാലാക്കപ്പെട്ടിട്ടുള്ളൂ. നജസല്ലാത്ത ശവങ്ങളിൽപ്പെട്ടതാണ് മനുഷ്യന്റെ ശരീരം. മനുഷ്യന്റെ ശരീരം റൂഹ് പോയി കഴിഞ്ഞാൽ ആ ശരീരം നജസല്ല. മറ്റ് കോഴിയുടെ റൂഹ് പോയി, കോഴിയുടെ ജീവൻ പോയി, റൂഹ് എന്ന് ഒരു പറച്ചിലൊന്നേ ഉള്ളൂ. കോഴിയുടെ ജീവൻ പോയാൽ ആ കോഴി നജസാണ്. അതിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നജസാണ്. അതിന്റെ തൂവലടക്കം നജസാണ്. നേരെ മറിച്ച് കോഴീനെ അറുത്താൽ അതിന്റെ ശരീരത്തിലുള്ളതൊക്കെ ശുദ്ധിയുള്ളതാണ്, തൂവലടക്കം ശുദ്ധിയുള്ളതാണ്. അതേപോലെ തിന്നപ്പെടുന്ന ജീവിയായ കോഴിയുടെ ജീവിതകാലത്ത് അതിന്റെ ശരീരത്തിൽ നിന്നിട്ട് തൂവല് പുറത്തേക്ക് വന്നാലും അത് ശുദ്ധിയുള്ളതാണ്. അപ്പോൾ കോഴിയുടെ തൂവൽ 2 ഘട്ടത്തിൽ ശുദ്ധിയുള്ളതാണ്, 1 ഘട്ടത്തിൽ നജസാണ്. 2 ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതിനെ അറുത്താൽ അതിന്റെ തൂവല് ശുദ്ധിയുള്ളതാണ്. പിന്നെ അത് ജീവനുള്ള സമയത്ത് അതിന്റെ ശരീരത്തിൽ നിന്ന് തൂവലെടുക്കാവുന്നതാണ്. പഴയ കാലത്തുമാര് കോഴിന്റെ തൂവല് ജീവനുള്ള സമയത്ത് കോഴിനെ പിടിച്ചുകൊണ്ട് തൂവലൊക്കെ എടുക്കും. ആ തൂവലെടുത്തുകൊണ്ട് അതിങ്ങനെ അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ താഴ്ഭാഗത്തുള്ള തൂവലൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ചുവട്ടിലിങ്ങനെ വരുതാൻ വേണ്ടിയിട്ട്, ചുവട്ടിലിങ്ങനെ തിരുമ്പാൻ വേണ്ടിയിട്ട് ആ തൂവൽ ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒന്ന് അതിനു വേണ്ടി ഉപയോഗിക്കും. മറ്റൊന്ന് ശരീരത്തിലൊക്കെ നല്ല വ്രണങ്ങൾ വരും, ചൊറികൾ വരും. ഇപ്പൊ ശരീരത്തിൽ ചൊറികൾ വരാത്തത് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലുള്ള രാസപദാർത്ഥങ്ങൾ കൊണ്ടും കീടനാശിനികളെ കൊണ്ടിട്ടൊക്കെയാണ് ശരീരത്തിൽ ഇപ്പൊ ചൊറിയില്ലാത്തത്. എന്നല്ലാതെ ചൊറി ഇല്ലാതെ അല്ല നമ്മളെ സൃഷ്ടിക്കുന്നത് കൊണ്ടൊന്നുമല്ല. ചൊറി എന്ന് പറയുന്നത് അത് ശരീരത്തിലുള്ള വേണ്ടാത്തരങ്ങളൊക്കെ പുറത്തേക്ക് പുറന്തള്ളുകയാണ്. ഒരു വൈദ്യരടുത്ത് ചെന്നാല് വൈദ്യർ ആദ്യം പഴയ കാലത്ത് ചെയ്തിരുന്നത് ഒന്ന് വയറിളക്കും, എന്നിട്ടാണ് മൂപ്പര് ചികിത്സ തുടങ്ങുക. ശരീരത്തിലുള്ളതൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ടാണ് ചികിത്സ തുടങ്ങുക. ചൊറി പോലത്തെ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടി വൈദ്യരടുത്ത് ചെന്നാൽ അദ്ദേഹം ആ ചൊറികളൊക്കെ പുറത്തേക്ക് ആദ്യം ചാടിക്കും. കഷായം തന്നിട്ട് ചൊറികളൊക്കെ പുറത്തേക്ക് ഇങ്ങോട്ട് ചാടിച്ചതിന് ശേഷമാണ് അതിനെ പിന്നെ മരുന്നുകളെ കൊണ്ട്, പുറത്തുള്ള തൈലങ്ങളെ കൊണ്ടും മറ്റൊക്കെ അത് പിന്നെ കരിയുന്ന രൂപത്തിലുള്ള ചികിത്സകൾ നടത്തൽ. അതാണ് അതിന്റെ ശരിയായ വശം. ഇപ്പോൾ ഈ രൂപത്തിലുള്ള ഭക്ഷണക്രമങ്ങളും മറ്റൊക്കെ വന്നത് കൊണ്ടിട്ടാണ്
കുട്ടികൾക്കൊക്കെ ഈ ചൊറി പോലത്തതൊക്കെ ഇല്ലാതിരിക്കുന്നു. ചൊറി ഉണ്ടാവണം എന്നാണ് മുമ്പക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത്. ചെറുപ്പത്തിലൊക്കെ കുറച്ചൊക്കെ ചൊറി വേണം. അങ്ങനെ വന്നിട്ട് ശരീരത്തിന്റെ പുറന്തള്ളേണ്ടതൊക്കെ പുറന്തള്ളേണ്ടപ്പെടാണ്. അപ്പൊ അങ്ങനെ ചൊറികൾ വ്രണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതില് ഈ തൈലവും മരുന്നൊക്കെ തേക്കാൻ വേണ്ടിയിട്ടും ഈ കോഴിയുടെ ഈ തൂവലെടുക്കും. എന്നിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ തേക്കലായിരുന്നു പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. കാരണം കയ്യിന്റെ വിരലുകൊണ്ട് തേച്ചാല് അത് വേദന ഉണ്ടാവും. ആ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതൊക്കെ അനുവദനീയമാണ്. നേരെ മറിച്ച് തിന്നപ്പെടാത്ത ജീവിയായ മയില്, ആ മയിലിന്റെ മയിൽപീലി, അത് മയിൽപീലി ജീവിതകാലത്ത് മയിൽപീലി എടുത്താലും മയിൽ ചത്തതിന്റെ ശേഷം എടുത്താലും അത് നേസാണ്. മയിൽപീലി നമുക്കൊരിക്കലും അനുവദിക്കപ്പെടൂല, അത് നേസാണ്. തിന്നപ്പെടാത്ത ജീവിയുടെ എല്ലാ സാധനങ്ങളും അത് ചത്തുപോയാലും ഇനി ആരെങ്കിലും അറുത്താലും ശരി, ജീവിതകാലത്ത് അതിന്റെ ശരീരത്തിൽ നിന്ന് വല്ലതും വന്നാലും ശരി, അതൊക്കെ നജസിന്റെ ഗണത്തിലേ പെടുള്ളൂ. പറഞ്ഞു വരുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് യോജിച്ച എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തരികയും ആ ഹലാലാക്കുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആനയുടെ കൊമ്പ് ആന ചത്തതിന്റെ ശേഷമാണ് ആ കൊമ്പെടുക്കുന്നതെങ്കിലും ചാകുന്നതിന്റെ മുമ്പ് ജീവിതകാലത്ത് എടുത്താലും അത് നേസന്, ആനക്കൊമ്പ് നേസാണ്. അപ്പൊ ആനക്കൊമ്പ് എന്തെങ്കിലും കാഴ്ചക്ക് വേണ്ടിയോ മറ്റോ വീട്ടിൻ്റെ ഉള്ളിൽ ആ കൊമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊമ്പ് ഉള്ള ആ സ്ഥലത്തേക്ക് റഹ്മത്തിന്റെ മലായിക്കത്ത് വരൂല. നജസുള്ള സ്ഥലത്തേക്ക് റഹ്മത്തിന്റെ മലായിക്കത്ത് വരൂല. ആനക്കൊമ്പ് വിൽപ്പന നടത്തലും സഹീഹാവൂല. ആനക്കൊമ്പ് വിൽപ്പന നടത്തൽ, നഴ്സുകളൊന്നും വിൽപ്പന നടത്തൽ സഹീഹല്ല. നഴ്സുകളുടെ വിൽപ്പന ഒന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. നഴ്സൊക്കെ വിൽപ്പന നടത്താൻ പറ്റൂല. നഴ്സുകൾ എന്തൊക്കെ ഉണ്ടോ ആ നഴ്സുമായിട്ടുള്ള വിൽപ്പന ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കൂല. അത് സഹീഹുവല്ല വിൽപ്പന. അപ്പൊ പറഞ്ഞു വരുന്നത് ഏതൊക്കെയാണ് നജസ്, ഏതൊക്കെയാണ് ശുദ്ധിയുള്ളത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് റൂഹ് പോയാൽ ആ ശരീരം ശുദ്ധിയുള്ളതാണ്. എന്നാൽ ഇതേപോലെ ശുദ്ധിയുള്ള നമുക്ക് തിന്നാൻ പറ്റുന്ന രണ്ട് ശവങ്ങളാണുള്ളത്. ഒന്ന് മത്സ്യം ചത്തുപോയാൽ നമുക്ക് തിന്നാം, നമ്മൾ അങ്ങനെയല്ലേ തിന്നുന്നത്. രണ്ടാമത്തെ ജറാദ്, വെട്ടുകിളി പക്ഷി. അതിപ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനെ എപ്പോഴും ഉണ്ടാവാറില്ല. പണ്ട് പാകിസ്ഥാനിൽ വെട്ടുകിളിയുടെ ശല്യം വന്നത് പത്രത്തിൽ ഞാൻ വായിച്ചു. വെട്ടുകിളിയുടെ ശല്യം വന്ന് ഒരു 5-6 കൊല്ലം മുമ്പ് കൂട്ടമായി വെട്ടുകിളികൾ വന്ന് കൃഷികളൊക്കെ നശിപ്പിച്ചു. അപ്പൊ കുറെ ആൾക്കാർ വെട്ടുകളെ പിടിച്ചിട്ട് ബിരിയാണിയൊക്കെ വെച്ച് തിന്നു എന്നൊക്കെ പത്രത്തിൽ കണ്ടിരുന്നു. അപ്പൊ വെട്ടുകിളി ബിരിയാണി നല്ല രസമുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വെട്ടുകിളികൾ ജറാദ് എന്ന് ഖുർആനിലും അതേപോലെ തന്നെ ഹദീസിലൊക്കെ കാണാം. അതിന്റെ ശവവും നമുക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ ഭക്ഷിച്ചിരുന്നത് ആടിനെയാണ്. അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇറച്ചിയും ആടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഉസ്താദുമാർക്കും ആടിറച്ചിയോടൊരു താല്പര്യമാണ്. അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് ഇഷ്ടമുള്ള ഒരു ഇറച്ചിയായിരുന്നു, വിഭവമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ആടിനെ മേച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാർ മുഴുവനും ആടിനെ മേച്ചിട്ടുണ്ട്. ആട് ഒരു നല്ല സ്വഭാവമുള്ള ജീവിയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആടിന്റെ സ്വഭാവമാണ് നിങ്ങൾക്ക് വേണ്ടത്. ആട് നേരത്തെ കിടന്നുറങ്ങും, നേരത്തെ എഴുന്നേൽക്കും. ഇത് ആടിന്റെ സ്വഭാവമാണ്. അതേപോലെ തന്നെ നായയും പട്ടിയും അത് വൈകിട്ടേ കിടക്കുള്ളൂ. വളരെ സുബഹിന്റെ നേരത്ത് കിടക്കുന്ന ഒരു ജീവിയാണ് അത്. അതിന്റെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആടിന്റെ ഇറച്ചി, ആടിനെ റസൂലുള്ളാഹി അറുത്തിട്ടുണ്ട്, ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്. അങ്ങനെ അറവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒട്ടകത്തിന്റെ ഇറച്ചി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചിട്ടുണ്ട്, ആടിന്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ചർച്ച, റസൂലുള്ള മീൻ തിന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീൻ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മീനാണ് കഴിച്ചത്? അപ്പൊ സുലഭമായി മക്കയിലും മദീനയിലും അക്കാലഘട്ടത്തിൽ മത്സ്യം കിട്ടാറില്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തില് മീൻപിടുത്തക്കാരായ ആൾക്കാർ എന്ന രൂപത്തിൽ ആളുകളെ കാണുന്നില്ല. മീൻപിടുത്തക്കാര് എന്ന രൂപത്തിൽ
അപ്പോ മീൻപിടുത്തക്കാരുണ്ടായിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ പ്രസിദ്ധന്മാരായ ആൾക്കാരുടെ കൂട്ടത്തിലൊന്നും അവരെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീൻ കഴിച്ചിട്ടുണ്ടോ, റസൂലുള്ള കോഴി കഴിച്ചിട്ടുണ്ടോ എന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. കോഴിയിറച്ചി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചിട്ടുണ്ട്. അത് എപ്പോഴും കഴിച്ചിട്ടില്ല, അപൂർവമായി കഴിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് കോഴിയിറച്ചി തിന്നാൻ പറ്റൂല, കാരണം കോഴി കാഷ്ടം തിന്നുന്ന ജീവിയാണ്, കാഷ്ടം തിന്നുന്ന നജസ് തിന്നുന്ന ജീവിയായതുകൊണ്ട് കോഴിനെ തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നമ്മുടെ മദ്ഹബ് പ്രകാരം ഈ കോഴിയിറച്ചിയിൽ കാഷ്ടത്തിന്റെ ഭാഗം, അതിന്റെ വാസനയോ അല്ലെങ്കിൽ ചൊയയോ കാഷ്ടത്തിൻ്റെത് ഉണ്ടാവുകയാണെങ്കിൽ അത് തിന്നാൻ പറ്റൂല. അല്ലാത്ത കോഴിയിറച്ചി തിന്നുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് ശാഫിഈ മദ്ഹബ്. അപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീൻ തിന്നിട്ടുണ്ടോ? ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസില് അള്ളാഹുവിന്റെ റസൂല് മീൻ തിന്നതായി കാണുന്നു. മക്കയുടെ അടുത്ത കടൽ പ്രദേശം ജിദ്ദയാണ്. ജിദ്ദയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല. ജിദ്ദയിലേക്കോ അല്ലെങ്കിൽ റിയാദിലേക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തതായി ചരിത്രത്തിൽ കാണുന്നില്ല. നേരെ മറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോയിട്ടുണ്ട്. ത്വായിഫിലേക്ക് പോയത് പ്രസിദ്ധമാണ്. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോയി, ഹുദൈബിയയിലേക്ക് പോയി. അത് ഹുദൈബിയയിലേക്ക്, അത് മദീനത്ത് നിന്ന് വരുമ്പോ ആണ് ഹുദൈബിയയിലേക്ക് എന്ത് ചെയ്യുന്നത്, ഹുദൈബിയ വഴിയാണ് വന്നത്. ജിദ്ദയിലേക്ക് പോയതായി ചരിത്രത്തിലൊന്നും കാണുന്നില്ല. സഹാബത്തിൽ നിന്ന് അക്കാലഘട്ടത്തിൽ ജിദ്ദയിലേക്ക് പോയ ആൾക്കാരുണ്ടായിരുന്നു. അന്നും തുറമുഖം ജിദ്ദയായിരുന്നു. മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പോലത്തെ ആൾക്കാരൊക്കെ ജിദ്ദ വഴിയാണ് അബിസീനിയയിലേക്ക് അന്ന് യാത്ര ചെയ്തത്. അക്ക് ജിദ്ദ വഴിയാണ് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയതായിട്ട് കാണുന്നില്ല. അത് മക്ക വിട്ട് ചെറുപ്പകാലത്ത് സിറിയയിലേക്ക് കച്ചവട സംഘത്തിന്റെ കൂടെ ജോർദാൻ വഴിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടുണ്ട്. പോയത് അന്ന് ജോർദാൻ വഴിക്കാണ് പോയത്. സൗദി അറേബ്യന്റെ ഒരു ഭാഗം ജോർദാൻ വഴി കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ജോർദാൻ വഴിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറിയയിലേക്ക് പോവുകയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മരം തണലിട്ട് കൊടുത്ത ആ മരം ജോർദാനിലാണ് ഉള്ളത് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം. അതൊന്നും അത്രമാത്രം നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. ഏതായിരുന്നാലും ഈ ജിദ്ദ തുറമുഖത്താണ് അന്ന് മത്സ്യബന്ധനങ്ങളൊക്കെ നടത്തുന്ന സ്ഥലം അവിടെയാണ്. അവിടുന്ന് അക്കാലഘട്ടത്തിൽ ഫ്രഷ് മത്സ്യം, ചെയ്യാത്ത മത്സ്യം മക്കയിലേക്ക് എത്താൻ ദുഷ്കരാണ്. അതിനുള്ള സംവിധാനമില്ല. കാരണം ജിദ്ദയിൽ നിന്നിട്ട് മത്സ്യം പിടിച്ചിട്ട് ഇവിടെ മക്കത്തേക്ക് എത്തുമ്പോൾ തന്നെ ചീഞ്ഞു പോകും. പിന്നെ അത് സൂക്ഷിക്കാനുള്ള ഫ്രീസറോ അല്ലെങ്കിൽ ഐസ് സമ്പ്രദായമൊന്നും അന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മക്കയില് അക്കാലഘട്ടത്തിൽ മത്സ്യം കിട്ടുക എന്നുള്ളത് അത് അസംഭവ്യമാണ്, സംഭവിക്കാത്ത ഒന്നാണ്. പിന്നെ അങ്ങോട്ട് പോകണം, ജിദ്ദയിലേക്ക് അങ്ങോട്ട് പോകണം. റസൂലുള്ളാഹി അങ്ങോട്ട് പോയിട്ടുമില്ല. അപ്പൊ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മത്സ്യം കഴിച്ചത് എങ്ങനെയാണ്, അതിന്റെ സംഭവം എന്താണ്? ഇമാം ബുഖാരിയും മുസ്ലിമും അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടിട്ട് ഉദ്ധരിക്കുന്ന വഖഅത്തു സാഹിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. വഖഅത്ത് എന്ന് പറഞ്ഞ സംഭവം സാഹിൽ, കടൽ തീരവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ആ സംഭവത്തിൽ കാണാം, ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസൻ ഇല സാഹിലി. അല്ലാഹുവിന്റെ റസൂല് ഒരു തീരപ്രദേശത്തേക്ക് ഒരു സംഘം സഹാബത്തിനെ പറഞ്ഞയച്ചു. അവിടെയുള്ള ആ ആളുകളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അവരെ പറഞ്ഞയച്ചു. അങ്ങനെ ഫഅമറ അലൈഹിം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, അമീനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന റസൂലുള്ളാഹിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സെക്രട്ടറിയാണ് അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു തആല. ഈ അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ് ആ പോകുന്ന സംഘത്തിന്റെ അമീർ. അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. വഹും 300. അവർ 300 ആൾക്കാരുണ്ട്. ഈ 300 ആൾക്കാർ ഒരു തീരപ്രദേശത്തേക്ക് പോയി. ഫഖറജന ഹത്താ ഇദാ കുന്നാ ബിബഅദി തരീഖി ഫനിയസാദ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ആ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഞങ്ങളെ ഭക്ഷണം തീർന്നുപോയി. അപ്പൊ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭക്ഷണമൊന്നും ശേഖരിച്ച് പോകാനൊന്നും സഹാബത്തിന് കഴിയില്ല. അന്ന് ഭക്ഷണത്തിന് വലിയ ക്ഷാമമുള്ള കാലവും. അവരാണെങ്കിലോ
90% ആൾക്കാരും പട്ടിണി പാവങ്ങളുമാണ്. ഭക്ഷണത്തിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവർ. അങ്ങനെ ഞങ്ങള് കുറെ യാത്ര ചെയ്തപ്പോ ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ തീർന്നു. ഭക്ഷണമില്ലാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് വന്നപ്പോ ഫഅൽഖൽ ബഹറു ഹൂതൻ എന്ന് ഹദീസിൽ കാണാം. കടലിൽ നിന്നിട്ട് ഒരു മത്സ്യം പുറത്തേക്ക് വന്നു. ഫഅൽഖൽ ബഹറു ഹൂതൻ, കടല് ഒരു മത്സ്യത്തെ പുറന്തള്ളി എന്നാണ് അതിന്റെ നേരെ ട്രാൻസ്ലേഷൻ. കടലിൽ നിന്നിട്ട് ഒരു മത്സ്യം പുറത്തേക്ക് വന്നു. യുഖാലു ലഹുൽ അംബർ, ആ മത്സ്യത്തിനിക്ക് അന്ന് വിളിക്കപ്പെടുന്ന പേര് അംബർ എന്നാണ്. അപ്പൊ സഹാബത്തിനിക്ക് മത്സ്യത്തിനെ പറ്റി അറിയാം. ഓരോ മത്സ്യത്തിന്റെ പേര്, ആ മത്സ്യത്തിനിക്ക് അംബർ എന്ന് പേര് പറയപ്പെടും. അപ്പൊ അംബർ എന്ന് പറയുന്ന ഒരു മത്സ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അംബർ അത് വലിയ മത്സ്യമാണ്. അപൂർവമായി ലക്ഷദ്വീപിന്റെ തീരങ്ങളിൽ ആ മത്സ്യം ഉണ്ടാകാറുണ്ട്. ലക്ഷദ്വീപുകാരായ ആൾക്കാർ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നിട്ടാണ് ഈ അംബർ എടുക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അംബർ എന്ന് പറയുന്ന സാധനം അതിൽ നിന്ന് എടുക്കുന്നതാണ്. നല്ല മണമുള്ള സാധനമാണ് ഈ അംബർ. അത് നല്ല വിലയുള്ള സാധനമാണ് അംബർ. അപ്പൊ അതിൽ നിന്നിട്ടാണ് അംബർ എടുക്കുന്നത് എന്നും മറ്റൊരു ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഇവിടെ കുറച്ച് ദിവസം താമസിച്ചിരുന്നു. ഒരു ശാസ്ത്രജ്ഞൻ ഹനീഫ് കോയ എന്ന് പറയുന്ന ആളെ, അയാൾ മരിച്ചുപോയി, നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ അംബറിനെ സംബന്ധിച്ച് അദ്ദേഹം സമുദ്ര ജീവികളെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ട് ഡോക്ടറേറ്റ് നേടിയ ആളാണ്. സമുദ്ര ജീവികളെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ നിഗമനം, ഈ അംബർ എന്ന് പറയുന്നത് തിമിംഗലത്തിൽ നിന്ന്, വലിയ തിമിംഗലം, ചത്ത തിമിംഗലം, ആ തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് അംബർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അംബർ നജസല്ല എന്ന് കിതാബിലൊക്കെ എഴുതിയിട്ടുണ്ട്. അംബർ നജസല്ല എന്നുണ്ട്. അപ്പൊ അംബർ നജസല്ല എന്ന് പറഞ്ഞപ്പോ ഈ അംബർ എന്താണ്? ഒരു വസ്തു ആണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയണമെങ്കിൽ ആ വസ്തു എന്താണെന്ന് ആദ്യം തീരുമാനിക്കപ്പെടണം. അപ്പൊ ഈ അംബർ എന്താണ് എന്നുള്ള ആ വിഷയത്തിൽ ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ അത് കടലിൽ മുളക്കുന്ന ഒരു തരം ചെടിയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നല്ല വാസനയുള്ള സാധനമാണ്. ഏതായിരുന്നാലും അംബർ വാസനയുള്ള സാധനമാണ്, നല്ല വില കൊടുക്കണം. അത് ശരീരത്തിൽ പുരട്ടിക്കഴിഞ്ഞാൽ, പഴയ കാലത്ത് നമ്മൾ ചെറിയ കുട്ടികൾ ഒരു 6 മാസവും പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ നിരങ്ങാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് ആ കുട്ടികളെ കുളിപ്പിച്ചതിന് ശേഷം അത് രാത്രിയാണ് അധികവും കുട്ടികൾക്ക് അമ്പർ പറ്റി കൊടുക്കും. അപ്പൊ നല്ല മണം ഉണ്ടാവും. കുട്ടിന്റെ മൂക്കുമ്മലൊക്കെ എന്ത് ചെയ്യും, അമ്പർ പറ്റി കൊടുക്കുമ്പോൾ കുട്ടിനെ മുത്തം വെക്കുന്ന അവസരത്തിലൊക്കെ നല്ല മണം കിട്ടും. ആ നല്ല മണം കിട്ടാനാണ് ഈ അമ്പർ പറ്റി കൊടുക്കുന്നത്. 2 കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒന്ന് അമ്പർ പറ്റി കൊടുക്കും, മറ്റൊന്ന് വടക്കിന്റെ ഈ പറ്റി കൊടുക്കും. ആ സാധനം ഇപ്പൊ ആർക്ക് കിട്ടാനുണ്ടോന്ന് തന്നെ അറിഞ്ഞൂടാ. വടക്കിന്റെ നെയ്യ് പറഞ്ഞിട്ട് കിടക്കുന്നു. ആ നെയ്യ് കാച്ചുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ വടക്കിന്റെ നെയ്യ് കാച്ചുന്ന ആൾക്കാരുണ്ട്. പൊന്നാനി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അക്കാലത്ത് കിട്ടിയിരുന്നു അത്. അങ്ങനെ അതിങ്ങനെ കുറച്ചൊക്കെ പറ്റി കൊടുത്താൽ ഈ പിശാചിന്റെ ശല്യമൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ അസുഖങ്ങൾ, പേടിച്ചു നിലവിളി, ഉറക്കല്ലായ്മ, ഇങ്ങനത്തതൊക്കെ കുട്ടികൾക്ക് ഇല്ലാതെയാകാൻ വേണ്ടിയിട്ട് കുട്ടികളെ കിടക്കുന്ന അവസരത്തിൽ പറ്റി കൊടുക്കുന്ന 2 സാധനങ്ങളാണ് ഈ അമ്പർ. അപ്പൊ അതുകൊണ്ട് ഞാനൊരിക്കൽ ഉംറക്ക് പോയപ്പോ അങ്ങനെ അമ്പർ കിട്ടാൻ വേണ്ടി, അന്ന് ചെറിയ കുട്ടികൾ പെരയിലുള്ള സമയത്ത് ഉംറക്ക് പോയപ്പോ അങ്ങനെ അമ്പർ ഒരു കടയിൽ ചെന്നിട്ട് അവിടുന്ന് അമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല വിലയാണ് ആ സാധനത്തിന്. അന്ന് തന്നെ ഒരു ചെറിയ ഇതിന് 200 റിയാലൊക്കെ കൊടുക്കണം അന്ന് തന്നെ, എന്നാലും അത് കിട്ടുള്ളൂ. അത് നല്ല മണ്ണാണ്. അപ്പൊ ഈ സാധനം ഒറിജിനൽ ഉണ്ടാവാൻ വളരെ പ്രയാസമാണ്. ഈ അമ്പർ എന്ന് പറയുന്ന ആ പേരിൽ അറിയപ്പെടുന്ന ഒരു മത്സ്യം, അത് വലിയ വലിപ്പം ഉണ്ടാകും. ഏകദേശം ഒരു കിൻഡൽ കണക്കിനൊക്കെ തൂക്കണ്ടാവും അമ്പർ എന്ന് പറയുന്ന സാധനം. ആ അമ്പർ എന്ന് പറയുന്ന സാധനം കടലിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സഹാബത്തിനിക്ക് കടലിൽ നിന്ന് പുറം തള്ളിയ രൂപത്തിൽ സഹാബത്തിനിക്ക് അള്ളാഹു സംവിധാനിച്ചു കൊടുത്തു എന്നാണ് ഹദീസിൽ കാണുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്, സ്വാലിഹീങ്ങളായ ആളുകൾക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യമുള്ളത് നൽകാറുണ്ട്. മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു, ബിസ്താം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ജീവിച്ച, ആ സ്ഥലത്തിലേക്ക് പേര് ചേർത്ത് വിളിക്കപ്പെടുന്ന മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടത്തെ ബന്ധപ്പെട്ട അടുപ്പമുള്ള ആൾക്കാർ ചോദിച്ചു, മിൻ ഐന തഅക്കുലു, നിങ്ങൾ എവിടുന്ന തിന്നുന്നത്? നിങ്ങൾ തിന്നുന്നതൊന്നും ഞങ്ങൾ ആരും കാണുന്നില്ലല്ലോ. മിൻ ഐന തഅക്കുലു, നിങ്ങൾ എവിടെന്നാ തിന്നുന്നത് എന്ന് ചോദിച്ചപ്പോ
മഹാനായ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു തആല പറഞ്ഞു, മൗലായ, എന്റെ മൗലയായ അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ മൗലയായ അല്ലാഹു സുബ്ഹാനഹു വ തആല യുത്ഇമുൽ കൽബ വൽ ഖിൻസീറ, നായക്കും പന്നിക്കും അല്ലാഹ് ഭക്ഷണം കൊടുക്കണം. നായ പന്നി എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ ജീവികളാണ്. ആ ജീവികൾക്ക് യുത്ഇമുൽ കൽബ വൽ ഖിൻസീറ, നായക്കും പന്നിക്കൊക്കെ അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു. അഫലാ യുത്ഇമു അബാ യസീദ്, അബൂ യസീദിന് അല്ലാഹ് ഭക്ഷണം കൊടുക്കൂലേ? നായക്കും പന്നിക്കും ഭക്ഷണം കൊടുക്കണ അല്ലാഹ് ഈ നിസ്കരിക്കുകയും നോമ്പൊക്കുകയും ചെയ്യുന്ന എനിക്ക് അല്ലാഹ് ഭക്ഷണം തരൂലേ? അഫലാ യുത്ഇമു അബാ യസീദ്, പിന്നെ എന്തിനാ നിങ്ങളത് ചോദിക്കണത്? ഭക്ഷണം അള്ളാഹ്ക്ക് ഭക്ഷണം തരാൻ കഴിയൂലേ? അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നൊന്നും നോക്കണ്ട. ധാരാളം സംഭവങ്ങളിൽ അങ്ങനെ കാണാം. അറിയാത്ത മാർഗത്തിലൂടെ മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം കൊടുക്കും, മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ അവർക്ക് ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. മഹാനായ അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രങ്ങൾ ഇർശാദുൽ യാഫിയിലും മറ്റ് കിതാബിലൊക്കെ ഏകദേശം 200 ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇർശാദുൽ യാഫി 200ഓളം ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ. അതിൽപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു തആല അൻഹു ദാരിദ്ര്യമുള്ള ആളായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം ഒരു ചൊറുക്കായിരുന്നു. അവർക്ക് ദാരിദ്ര്യം ഒരു പ്രയാസമായിരുന്നില്ല. ദാരിദ്ര്യം അവർക്കൊരു ചൊറുക്കും അഴകുമായിരുന്നു. സമ്പത്തായിരുന്നു അവരെ എപ്പോഴും വിഷമിപ്പിച്ചിരുന്നത്. അപ്പൊ സമ്പത്തിൽ നിന്ന് അവർ അകന്നു നിൽക്കുകയും ദാരിദ്ര്യം എന്നത് അവർ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒന്നായിരുന്നു. അള്ളാഹു അതൊക്കെ അവർക്ക് ആ രൂപത്തിലൊക്കെ ജീവിക്കാനുള്ള സൗകര്യം അള്ളാഹ് കൊടുത്തതാണ്. അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു തആല അൻഹു ഒരു മുസയ്യിന്റെ അടുത്ത് ചെന്നു. മുസയ്യിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ബാർബർ, ഒരു തലമുടിയൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല, ഈ ഫ്രീ ആയിട്ട് എൻ്റെ മുടികളൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോ ഈ അബൂ തുറാബ് നഖ്ശബിന്റെ സ്വഭാവം അദ്ദേഹത്തിന് ആർക്കും കിട്ടൂല, ആർക്കും പിടുത്തം കിട്ടൂല. ഇങ്ങനെ നടക്കുക ചെയ്യുക. അങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ കാണും. അപ്പൊ ആരെങ്കിലും അങ്ങോട്ട് ചെന്നാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകും. ഇങ്ങനെ ഒരു സഞ്ചാരിയാണ് ആൾ. എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കി നടക്കുന്ന ഒരാളാണ്. അങ്ങനെ മഹാനായ അബൂ തുറാബ് നഖ്ശബി ഈ മുസയ്യിനാകുന്ന ഇദ്ദേഹമാണെങ്കിലോ, ഈ മുസയ്യിനായ വ്യക്തിയാണെങ്കിലോ, അദ്ദേഹം ഈ അബൂ തുറാബ് നഖ്ശബിനെ ഒന്ന് കിട്ടിയെങ്കിൽ, ഒന്ന് ദ്വാരപ്പിക്കാൻ വേണ്ടി അബൂ തുറാബ് നഖ്ശബിനെ ഒന്ന് കിട്ടിയെങ്കിൽ ഒന്ന് ദ്വാരപ്പിക്കായിരുന്നു എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളോ. അങ്ങനെയാണ് നീയത്ത് പോലെയാണ് മയ്യത്ത് എന്നാണല്ലോ. ഓരോരുത്തരെങ്ങനെ നീയത്ത് ചെയ്ത് അതുമാതിരിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ യാദൃശികമായി ഇദ്ദേഹത്തിനെ സമീപിച്ചു അബൂ തുറാബ് നഖ്ശബി. അപ്പൊ പഴയ കാലത്ത് ഈ മുടികളയിലും അങ്ങനത്തെ ഒക്കെ ഏതെങ്കിലും മരത്തിന്റെ ഓട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവൽ. അവിടെ ഒരു കണ്ണാടി ഉണ്ടാവും, ഒരു കത്തിയും ഒരു കല്ലും ഉണ്ടാവും. കത്തിയും കല്ലും എന്നാണ് പറയാം. ഒരു കത്തി ഉണ്ടാവും, കല്ലുണ്ടാവും, ഒരു കണ്ണാടി. കല്ല് എന്ന് പറഞ്ഞാൽ കത്തി മൂർച്ച കൂട്ടാനുള്ള സാധനമാണ് ഈ കല്ല്. ഇത് രണ്ടും ഉണ്ടാവും. എന്നല്ല വേറെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഞാനും കണ്ടിട്ടുണ്ട്. ഡൽഹിന്റെ ചില പ്രാന്ത പ്രദേശങ്ങളിൽ ഒരിക്കൽ യാത്ര ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ ഈ രാവിലെ സമയത്ത് ഇങ്ങനെ ബാർബർ ഇങ്ങനെ ഒരു മരത്തിന്റെ കൂട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആ മരത്തിന്മേൽ ഈ കണ്ണാടിയും കൊളുത്തി വെച്ചു. ആ മരത്തിന്മേൽ കണ്ണാടിയും കൊളുത്തി വെച്ചിട്ട് കുറഞ്ഞ പൈസ കൊടുക്കണ്ടുള്ളൂ, അത് നടക്കും സംഗതികളൊക്കെ. അപ്പോ ഈ മുസയ്യിനക്ക് വലിയ സന്തോഷമായി. കാരണം മൂപ്പരൊന്ന് കാണണം, കിട്ടണമെന്ന്, കുറച്ചു നേരം കിട്ടണം, കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരിക്കണം. അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത ആ പ്രകാശം, ആ നൂറ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് തന്നെങ്കിലോ. ഇതാണ് ഔലിയാക്കന്മാര്, ആലിമീങ്ങള്, സ്വാലിഹീങ്ങളുടെ അടുത്തൊക്കെ പോയി ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു നേട്ടം. കിതാബ് ഒരു ഉസ്താദിന്റെ വക്കൽ നിന്ന് ഒരു ദർസിലായി ഓതുമ്പോഴുണ്ടാകുന്ന ഒരു പവറും മറ്റ് ഈ ഫോണിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈനിലൂടെയോ ഒക്കെ പഠിക്കുന്നതും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓൺലൈനിലൂടെ ഒക്കെ പഠിച്ചാൽ അത് കുറെ എന്തൊക്കെ കിട്ടുക എന്നല്ലാതെ അതുകൊണ്ടുള്ള ഉപകാരം കുറയും. അതൊരു ഉസ്താദിന്റെ മുന്നിൽ പോയിട്ട് ആ ഉസ്താദ് തന്റെ ഉസ്താദിൽ നിന്ന് കിട്ടി, അങ്ങനെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തും. ആ ബന്ധം കിട്ടലാണ് ഈ കിതാബ് ഓതുന്നതിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയാണ് മഹാനായ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൽഫി എഴുതിയ ഇബ്നു മാലിക് അൽഫി എന്ന് പറഞ്ഞ ഒരു വലിയ കിതാബുണ്ട്. ആ കിതാബിന്റെ രചയിതാവാണ് ഇബ്നു മാലിക് തങ്ങൾ. ഇബ്നു മാലിക് തങ്ങളെ ചരിത്രത്തിൽ പറയുന്നത് ഇബ്നു ഹാജിർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സദസ്സിൽ 40 ദിവസം പോയി ഇരുന്ന ആ ബർക്കത്താണ് ഇബ്നു മാലിക് കിട്ടുന്നത്. 40 ദിവസം ആ സദസ്സ് പോയി കുത്തിയിരുന്നു. അങ്ങനെയാണ് ആ ബർക്കത്ത് കിട്ടിയത് എന്നാണ്. അപ്പൊ ആ സദസ്സ് പോയിരിക്കലും
അതേപോലെ തന്നെ അതൊരു നല്ല വിശ്വാസത്തോടു കൂടെയും ബഹുമാനാദരോടുകൂടെ ഇരിക്കുന്ന അവസരത്തിൽ അവർക്ക് ഒരു പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉസ്താദുമാർ മുഖേന കൊടുത്തിട്ടുണ്ടാവും. അത് ഇദ്ദേഹത്തിന് എന്തെയും കിട്ടും. അങ്ങനെ കിട്ടിയവരൊക്കെ കഴിച്ചിലാവുമെന്നാണ് മഹാന്മാരായ മശായിഖന്മാർ പറഞ്ഞത്. അപ്പൊ അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിനൊന്ന് കിട്ടുക, കുറച്ച് സംസാരിക്കാം, കുറെ നേരം മൂപ്പർക്ക് ഖിദ്മത്ത് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ അക്കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളായ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒന്നാണ്. പക്ഷെ മൂപ്പര് കിട്ടൽ വലിയ പ്രയാസമാണ്. ഖലീഫക്ക് വരെ കിട്ടൂല. അങ്ങനെ നടക്കുന്ന ആളാണ്. ജനങ്ങളുടെ വരുമ്പോഴത്തേന് മൂപ്പര് പായും. അങ്ങനെ അകന്ന് പോകുന്ന ഒരാളാണ്. അപ്പൊ ഈ മുസയ്യിൻ പറഞ്ഞു, നിങ്ങൾ ഇരുന്നോളി, ഞാൻ വേണ്ടതൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞ് അങ്ങനെ അയാളെ മുന്നിൽ, ആ മുസയ്യിന്റെ മുന്നിൽ അബൂ തുറാബ് നഖ്ശബി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖലീഫ ആ ഭാഗത്തു കൂടെ കടന്നുപോയത്. ഖലീഫ ഹിശാമും പരിവാരവും. അപ്പൊ ഖലീഫ ഹിശാമും പരിവാരവും ഇങ്ങനെ കടന്നുപോയി. ഖലീഫ ഒന്ന് നോക്കിയപ്പോ അബൂ തുറാബ് നഖ്ശബിയാണ്. പടച്ചോനെ, അബൂ തുറാബ് നഖ്ശബി ആണല്ലപ്പ ഇരിക്കണത്, എനിക്കൊന്ന് കാണ്ടിരുന്നല്ലോ. പക്ഷെ ഞാനിപ്പോ എങ്ങനെ പോകും? മൂപ്പരിപ്പോ അവിടെ ഈ മുടി നേരാക്കണ പരിപാടിയിലല്ലേ, പിന്നെ അത് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കണ്ടേ? അത് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് തിരക്കുണ്ട്. അപ്പോ മഹാനായ അബൂ തുറാബ് നഖ്ശബിയെ കണ്ട ഉടനെ ഖലീഫ ഒരു പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, 1000 ദിർഹം ഒരു കെയ്യിൽ കെട്ടിയിട്ട് പറഞ്ഞു, ആ അബൂ തുറാബ് നഖ്ശബിയാണ് ആ ഇരിക്കണത്, മൂപ്പര മുടി ആരാക്കലൊക്കെ കഴിഞ്ഞാൽ ഈ 1000 ദിർഹം കൊടുക്ക്, എൻ്റെ ഒരു സലാം പറഞ്ഞാളെ, ഞാൻ തിരക്കിട്ട് പോവാണ്, അതുകൊണ്ടാണ് ഇറങ്ങാത്തതെന്ന് പറഞ്ഞാളെ. തിരക്കിട്ട് പോവാണ്, അതുകൊണ്ടാണ്. അദബാണ്, അദബിൽപ്പെട്ടതാണ്. ഒരു വലിയ കാര്യപ്പെട്ട ഒരാളുടെ അടുത്തു കൂടെ ഒക്കെ പോകുമ്പോൾ ഒന്ന് അവിടെ കയറി സലാം പറയാം, ഇതൊക്കെ അദബിൽപ്പെട്ടാണ്. മഹാനായ റയീസുൽ ഉലമനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ചാലിയത്തുനിന്ന് കരുവന്തിരുത്തിയിൽ നിന്ന് ചാലിയം വഴിക്ക് കരുവന്തിരുത്തിയിൽ താജുൽ ഉലമ ഉള്ള സമയത്ത് ഒരു പരിപാടി കഴിഞ്ഞിട്ട് അന്ന് റയീസുൽ ഉലമന്റെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന കടലുണ്ടി കൂടെ ഇങ്ങനെ പോരുമ്പോ മഹാനായ കടലുണ്ടിയിൽ ഖുതുബുസ്സമാൻ ജമലുല്ലൈലി മുഹമ്മദ് ജമലുല്ലൈലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മഖ്ബറിന്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഇറങ്ങി നമ്മളോട് ഒരു ഫാത്തിഹ ഓതി പോവാ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതി അവിടെയുള്ള തങ്ങന്മാർക്കൊക്കെ പൈസ കൊടുത്ത്, ആ തങ്ങൾക്ക് പൈസ കൊടുത്ത്, ഈ തങ്ങൾക്ക് പൈസ കൊടുത്ത്, അവർക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ് റയീസുൽ ഉലമ പോണത്. അതൊക്കെ ഒരു അദബ് പെട്ടതാണ്, മര്യാദയിൽപ്പെട്ടാണ്. മഹാന്മാരായ ആൾക്കാരുടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഓലൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് പോവുക എന്നുള്ളതൊക്കെ ഒരു അദബാണ്, മര്യാദയാണ്. അപ്പോ ഖലീഫക്ക് പോലും കിട്ടാത്ത ഒരാളാണ് ഈ അബൂ തുറാബ് നഖ്ശബി. അപ്പൊ ഖലീഫ അങ്ങനെ കൊടുത്ത് ഖലീഫ പോയി. ഇയാള് അതേറ്റ് കാത്തു നിന്ന് അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഖലീഫ ഇതിൽ കൂടെ പോയിന്ന്, തിരക്കിട്ട് പോവാണ് അതുകൊണ്ടാണ് ഇറങ്ങാത്തതെന്ന് പറഞ്ഞിരിക്കണം. തിരക്കിട്ട് പോവാണ് അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഒരിക്കല് കരുവന്തിരുത്തിയിൽ വന്നു. അന്ന് ഞാൻ അവിടെ ഉണ്ട്. ആ വന്ന അവസരത്തിൽ പരിപാടിക്ക് വന്നപ്പോ മഹാനായ താജുൽ ഉലമ ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്. മഹാനാറുകൾ അന്ന് അവിടുത്തെ പൊരയിലുണ്ട്. പൊരയില് ഒരു ചികിത്സക്ക്, ഒരു ആയുർവേദ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ ശംസുൽ ഉലമ അവിടെ വന്നപ്പോ അവിടുത്തെ ഒരു യത്തീംഖാനയിലാണ് വന്നത്. യത്തീംഖാന്റെ പ്രസിഡന്റ് കിച്ചാവാജിനോട് ചോദിച്ചു, എന്താണ് തങ്ങളെ വർത്താനൊക്കെ എന്തൊക്കെയാണ്? അന്ന് ഈ പിളർപ്പിന്റെ തുടക്കം 2 ചേരിയായി മാറിയിരിക്കണം. 2 ചേരിയായി മാറിയിട്ടുള്ള ആ സമയത്താണ്. ആ സമയത്ത് ഈ പ്രസിഡന്റ് തന്നെ എന്നോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ എന്നോട് ശംസുൽ ഉലമ ചോദിച്ചു, ഇ കെ ഉസ്താദ് ചോദിച്ചു, തങ്ങളെ വർത്താനൊക്കെ എന്നോട് ചോദിച്ചു. തങ്ങളെ വർത്താനം അറിയുന്ന ആളാണ് ഈ പ്രസിഡന്റ്. തങ്ങൾ എപ്പോഴും അറിയുന്ന ആളാണ്, എപ്പോഴും തങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുമാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. എന്നിട്ട് ശംസുൽ ഉലമ ഒരു വാക്ക് പറഞ്ഞു, തങ്ങളോട് പറയണം, എന്റെ സലാം പറയണം. അന്ന് ഈ പിളർപ്പൊക്കെ ആയി 2 ചേരിയായിക്കണം. എന്നിട്ടാ പറഞ്ഞത്, എന്റെ സലാം പറയണം, എനിക്ക് തിരക്കുള്ളത് കൊണ്ടാണ് കാണാൻ വരാത്തതെന്നും പറയണം, തിരക്കുള്ളത് ഞാൻ പോവുകയാണ് അതുകൊണ്ടാണ് കാണാൻ വരാത്തതെന്ന് തങ്ങളോട് പറയണം എന്ന് ശംസുൽ ഉലമ പറഞ്ഞു എന്ന് ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഈ പ്രസിഡന്റ് തന്നെ എന്നോട് പറഞ്ഞു. അപ്പൊ അതൊക്കെ അദബപ്പെട്ടതാണ്, ബഹുമാനത്തിൽപ്പെട്ട തങ്ങളുടെ ശിഷ്യനൊക്കെ തന്നെയാണ്, 2 ചേരിയൊക്കെ തന്നെയാണ്. പക്ഷെ തങ്ങളെ നാട്ടിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുമായി വളാഞ്ചേരിക്കടുത്തുള്ള കൊളത്തൂരിന്റെ ഇടയിൽ പൂക്കാട്ടിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു സ്വലാത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താജുൽ ഉലമന്റെ കൂടെ പോവാണ്. താജുൽ ഉലമനെ ഒരു കൊണ്ടുപോകുമ്പോൾ ഞാനും കൂടെ ഉണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോ കുളമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോ താജുൽ ഉലമ എന്നോട് ചോദിച്ചു, ഇവിടെ അല്ല അസ്ഹരി തങ്ങളുള്ളത്? അന്ന് അസ്ഹരി തങ്ങള് സമസ്തന്റെ പ്രസിഡന്റാണ്. താജുൽ ഉലമ ഈ സംസ്ഥാനത്തെ പ്രസിഡന്റ്, അസ്ഹരി തങ്ങള് ആ സംസ്ഥാനത്തെ പ്രസിഡന്റാണ്.
അസേരി തങ്ങൾ ഇവിടെ അല്ലേ ഉള്ളത്, എനിക്കൊന്ന് പോകായിരുന്നു. പക്ഷെ ഇപ്പൊ 1 മണിയായില്ല, രാത്രി 1 മണിയായില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ നേരത്തെ ഒരു പെരേക്ക് കയറി ചെല്ലാൻ പറ്റൂലല്ലോ. ഈ നേരത്തെ ഒരു പെരേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന നേരമല്ലല്ലോ. അതുകൊണ്ട് മുപ്പരൊന്ന് കാണായിരുന്നു എന്ന് തങ്ങൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഈ അദബുകളെ കൂട്ടത്തിൽപ്പെട്ടാണ്. പ്രശ്നങ്ങള് അതുപോലെ തന്നെ സംഘടനാ പ്രശ്നങ്ങളൊക്കെ വേറെ, അദബുകൾ വേറെ. അപ്പൊ പറഞ്ഞു വരുന്നത് ധാരാളം ആദാബുകളുണ്ട്, മര്യാദകളുണ്ട്. അദബുൽ ഖാദി എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് തന്നെ ഉണ്ട്. ഖാദിയുടെ പെരുമാറ്റച്ചട്ടങ്ങൾ എന്നതിന്റെ അർത്ഥം തന്നെ. ഖാദിക്ക് പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഇയാള് എന്നിട്ട് പറഞ്ഞത് ഖലീഫ എന്നെ തന്ന് ഏൽപ്പിച്ചതാണ്, നിങ്ങൾക്ക് തരാന് തന്ന് ഏൽപ്പിച്ചതാന്ന് പറഞ്ഞപ്പോ അബൂ തുറാബ് നഖ്ശബി പറഞ്ഞു, എനിക്ക് വേണ്ട, ഇത് 1000 ദിർഹമുണ്ട്, 10,000 ദിർഹം ഉണ്ടായിക്കോട്ടെ, എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഇത് ഇയാൾ കൊടുത്താളെ, ഇയാൾ എനിക്ക് ഫ്രീ ആയിട്ട് മുടി കളഞ്ഞു തരാന്ന് പറഞ്ഞ ആളാണ്, അയാൾ കൊടുത്താളെ, അവസാനം കൊടുത്താളെ, ബാർബർ കൊടുത്താളാണ്. അപ്പൊ പിന്നെ ഈ ചങ്ങായി ബാർബർ കൊടുത്തവ എനിക്ക് വേണ്ട, ഞാൻ മൂപ്പരൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ കാലമായി ഉദ്ദേശിക്കണം. എന്നിട്ട് മൂപ്പരുടെ ആ മുടിയൊക്കെ കളഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയല്ലോ, അതിന്റെ പേരിലൊന്നും ഞാൻ പൈസ കൊടുക്കൂല. അപ്പൊ ഈ ചങ്ങായി ഇത് ഇങ്ങനെ ഇട്ടിങ്ങനെ നിൽക്കും. ഇനിയിപ്പോ ഞാനിതെന്താ കട്ടുക? അപ്പൊ അബൂ തുറാബിന്റെ അഫ്സബി പറഞ്ഞു, എന്റെ ഖലീഫക്ക് കൊണ്ടുകൊടുത്താളെ, അങ്ങനെ എന്റെ ഖലീഫക്ക് കൊണ്ടുകൊടുത്താളെ, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഖലീഫക്ക് എന്തൊക്കെ പണി ഉണ്ടാവും അതേറ്റ്, അയാൾക്ക് അവിടെ റോഡ് നന്നാക്കണം, മറ്റു നന്നാക്കണം, ഇത് നന്നാക്കണം, അപ്പൊ ഞമ്മക്ക് ആ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞമ്മക്ക് വേണ്ടത് കൊണ്ടുകൊടുത്താളെ. ഒരു പൈസ പോക്കറ്റിലില്ല. നിന്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്റെ മുടി കളഞ്ഞാലോ എന്ന് പറഞ്ഞാൽ പോയി ഇരുന്നതാണ്. അങ്ങനത്തെ ആൾക്കാണ് ഈ 1000 ദിർഹം കൊടുത്തപ്പോ വേണ്ടാന്ന് പറയുന്നത്. എന്തേ കാരണം? അത് കുലുമാലാണ്. ഇനി അത് കിട്ടിയാലും അതിന്മേൽ ചെലവ് വരും, അതിന്റെ കണക്ക് എഴുതി വെക്കണം, അതിന്റെ സക്കാത്ത് കൊടുക്കണം, അതിന്റെ സദഖ കൊടുക്കണം, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ അതിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ആൾക്കാർ വരുമ്പോൾ ഓൽക്ക് കൊടുക്കണം. ഓൽക്ക് കൊടുക്കാതിരുന്നാൽ അത് അദബുകേടായി. പൈസ ഉള്ള ആൾക്കാരടുത്തല്ലേ ആൾക്കാർ വരുള്ളൂ, പൈസ ഇല്ലാത്തവരടുത്ത് വരുമോ? പൈസ ഉള്ള ആൾക്കാരടുത്ത് വന്നാൽ പൈസ കൊടുക്കണം, അപ്പൊ കൊടുക്കാതിരുന്നാൽ അത് അദബുകേടായി. അപ്പൊ ഇതിങ്ങനെ വലിയ കുലുമാലാണ്. അതുകൊണ്ടിട്ടാണ് മാല് കുലുമാലാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ആ മഹാന്മാരായ ഔലിയാക്കന്മാരായ ആൾക്കാരൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ്, അത് ഇല്ലാതെ ജീവിക്കലാണ് അവർക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളത്. അപ്പൊ അതേപോലെ മഹാന്മാരായ സഹാബത്ത്, ആ സഹാബത്തുൽ കിറാമിന് ഭക്ഷണം ഇല്ലാത്ത അവസരത്തിൽ എന്താണ് ഈ സംഭവം? ഭക്ഷണം ഇല്ലാത്ത അവസരത്തിൽ കടലിൽ നിന്ന് അമ്പർ ഇങ്ങോട്ട് വരികയാണ്. അതന്നെയാണ് കറാമത്ത്, സഹാബത്തിന്റെ കറാമത്ത് തന്നെയാണ്. ആ കടലിൽ നിന്നിട്ടും അമ്പർ ഇങ്ങോട്ട് വരികയാണ്. ആ മത്സ്യം വന്നു. മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല പറയാൻ ഫഅകൽനാ മിൻഹു നിസ്ഫ ശഹരിൻ, ഞങ്ങൾ ആ മത്സ്യത്തെ കടലിൽ നിന്ന് അള്ളാഹു ഞങ്ങൾക്ക് തന്ന ആ മത്സ്യം ഫഅകൽനാ മിൻഹു നിസ്ഫ ശഹരിൻ. ലക്ഷദ്വീപില് ബംഗാരം എന്ന് പറഞ്ഞിട്ട് ഒരു ദ്വീപുണ്ട്. ലക്ഷദ്വീപിലെ 10 ദ്വീപുകളിൽ താമസം ഏകദേശം 30 ചില്ലാനം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതിൽ 30 ചില്ലാനം ദ്വീപുകൾ, പക്ഷേ താമസിക്കുന്നത് 10 ദ്വീപിലേ ഉള്ളൂ. ബാക്കിയുള്ള ദ്വീപുകളിൽ നല്ലൊരു ശതമാനവും ഈ ദ്വീപുകാരുടെ കൃഷിയിടങ്ങളാണ്. ഈ താമസിക്കുന്ന ഇവരുടെ ജനവാസമുള്ള ഈ സ്ഥലത്തുള്ളവരുടെ കൃഷിയിടങ്ങളാണ് അധികം. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ബംഗാരം എന്ന് പറയുന്ന ദ്വീപ്. അത് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പൊ ആ ബംഗാരത്തിൽ മഹാനായ മുഹമ്മദ് സ്വാലിഹ് വലിയുല്ലാഹി, മുഹമ്മദ് ഖാസിം വലിയല്ലാഹു തആല അൻഹുവിന്റെ ദ്വീപിൽ മറവിട്ട് കിടക്കുന്ന മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിയുടെ ഒരു മകൻ അവിടെയുണ്ട്. ആ ബംഗാരത്തിൽ അവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ മറവിട്ട് കിടക്കുമ്പോ മൂപ്പര മക്ബറ, ആ മക്ബറ കടലിനോട് ചേർന്നിട്ട് തന്നെയാണ്. അപ്പൊ ആ മക്ബറ കെട്ടാനുള്ള കല്ലുകൾ കടലിലൂടെ വന്നു എന്നാണ് പറയുന്നത്. കടലിലൂടെ ആ കല്ലുകൾ വന്നിട്ട് അതിങ്ങനെ പൊന്തായിട്ട്, കടലിലിങ്ങനെ പൊന്തായിട്ട് കിടന്നിരുന്നു. അതായത് കടൽ താഴാത്ത രൂപത്തിലുള്ള കല്ലുകളായിരുന്നു വന്നിരുന്നതെന്നും ആ കല്ലിന്റെ ഒരു കഷ്ണം ഒരു വീട്ടുകാർ സൂക്ഷിച്ചു വെച്ചത് ഞാൻ കണ്ടു. ആ കല്ലിന്റെ ഒരു കഷ്ണം വീട്ടുകാർ സൂക്ഷിച്ചു വെച്ചത് എനിക്ക് അവർ കാണിച്ചു തന്നു. ഈ കല്ലുകളാണ് മഹാനായ മുഹമ്മദ് സാലിഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഖബർ, ആ മക്ബറ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് വന്നത് ഈ കല്ലുകളായിരുന്നു. അതിങ്ങനെ കടലിലൂടെ എങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ കാണുന്നുണ്ട്. ഈ ഇസ്രയേലും അമേരിക്കയും കാണിക്കുന്നതും അഹങ്കാരവും ധിക്കാരവും കീഴടങ്ങാൻ വേണ്ടി പറയുന്നതും അന റബ്ബുക്കുമുൽ അഅല എന്ന് അന്ന് ഫിറഔന് പറഞ്ഞെങ്കിൽ ആ പറച്ചിൽ ഇപ്പൊ വേറെ കോലത്തിലാ പറയുന്നത് മാത്രം. അന്ന് ഓനക്കോലത്തിലാ പറഞ്ഞെങ്കിൽ ഇപ്പൊ ട്രംപ് പറയുന്നത് വേറെ കോലത്തിലാണ് മാത്രം. അള്ളാഹു അത്തരം ഫിറഔനുകളൊക്കെ നശിപ്പിക്കുമാറാകട്ടെ. ചിലപ്പം
ചില ആൾക്കാരെ നശിപ്പിക്കാൻ നല്ല ആൾക്കാരെ ചിലപ്പോൾ അള്ള പറഞ്ഞേക്കും, ചിലപ്പോൾ വടക്ക ആൾക്കാരെയും പറഞ്ഞേക്കും. അത് നമുക്ക് പറയാൻ കഴിയും. ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന ഉലൂബിർ റജുലിൽ ഫാജിരി എന്ന് ചില ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ള ഈ ദീനിനെ ശക്തിപ്പെടുത്തും ചിലപ്പോൾ തമ്മാടികളെ കൊണ്ടേക്കാരം. തമ്മാടികളെ കൊണ്ട് ചിലപ്പോൾ ദീനിനെ എന്ത് ശക്തിപ്പെടുത്തും. അതുകൊണ്ട് ചിലപ്പം ചില ഷിയാ നേതാക്കന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ വല്ല അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടിട്ടൊക്കെ ചിലപ്പം അള്ളാഹു ഫിറഔനുമാരൊക്കെ നശിപ്പിച്ചുകൂടായി ഒന്നുമില്ല. അള്ളാഹു ആലം എന്താണ് സംഭവിക്കാന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മുസ്ലിം രാജ്യങ്ങളൊക്കെ അള്ളാഹു ഹിഫ്ളും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും നല്ല വാർത്തകളും അല്ലാത്ത വാർത്തകളും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്നും പറയാൻ കഴിയില്ല. പറഞ്ഞു വരുന്നത് ജല്ലജലാലുവായ അള്ളാഹു ഒക്കെ കാണുന്നുണ്ട്, ഒക്കെ അറിയുന്നുണ്ട്. ഈ സഹാബത്തിന് പറയാണ്, ഞങ്ങൾ നിസ്ഫു ഷഹർ 15 ദിവസം ഞങ്ങൾക്ക് ആ ഭക്ഷണം ഉണ്ടായി. 15 ദിവസം 300 ആൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ മീനിന്റെ പവർ എത്ര കഴിക്കാറ്? 300 ആൾക്കാരുണ്ടായിരുന്നു അവര്. ഈ 300 ആൾക്കാർക്ക് 15 ദിവസം കഴിക്കണമെങ്കിൽ എത്ര വേണം? അപ്പൊ ആൾക്കാർ 10 ദിവസത്തേക്ക് 3000, 4500 ആൾക്ക് ഒരു സമയത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ 4500 ആൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്ര വേണം? എത്ര കിലോ ഇറച്ചി വേണം? നമുക്കറിയാലോ. അപ്പോ അങ്ങനെ 15 ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. വഖഅത്തു സാഹിൽ എന്ന് പറഞ്ഞ് വലിയ ഹദീസാണ്. ആ ഹദീസിൽ പറയുന്നത് ഞങ്ങൾ 15 ദിവസം ഞങ്ങൾക്കത് കഴിക്കാൻ സാധിച്ചു. ആ 15 ദിവസം അവരെങ്ങനെ കഴിച്ചു? അത് ഫ്രീസറോ അല്ലെങ്കിൽ മറ്റു സംവിധാനം ഇല്ലാതെ നശിച്ചു പോകും. അപ്പൊ അവര് വേവിച്ച് സൂക്ഷിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. ഒന്നിരിക്കൽ വേവിച്ച് സൂക്ഷിച്ചിട്ടുണ്ടാകും, വേവിച്ചാൽ സൂക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടാകും. രണ്ടാലൊരു രൂപത്തിൽ അവരത് സൂക്ഷിച്ചിട്ടുണ്ടാവും. അല്ലാതെ അത് അത്രയും ദിവസം ഭക്ഷിക്കാൻ കഴിയില്ലല്ലോ. മീനിന്റെ സ്വഭാവം അങ്ങനല്ല, അത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു സാധനമല്ലേ മീന്. ഏതായിരുന്നാലും 15 ദിവസം ഞങ്ങൾ നിസ്ഫു ഷഹർ ഞങ്ങൾ അത് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഫലമ്മ ഖദിംന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്ത് ഞങ്ങൾ വന്നപ്പോ ദക്കർനാ ദാലിക ലഹു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി നബിയെ. എന്തോ ഒരു സന്തോഷമായിരിക്കും സഹാബത്തിന്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തീർന്നു പോയപ്പോ കടലിൽ നിന്ന് അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നു. എന്താണ് ആ സംഭവമൊക്കെ? ജല്ല ജലാലുവായ അള്ളാഹു സഹായിക്കാണ്. നമ്മൾ മുഅ്മിനീങ്ങളായ ആൾക്കാർ അള്ളാഹ് സഹായിക്കും. നമ്മളല്ലാതെ പിന്നെ ആരെ അള്ളാഹ് സഹായിക്കാം? പക്ഷേ നമുക്ക് ക്ഷമ വേണം. വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കണം. പെട്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോഴത്തിന് തരാൻ നമ്മൾ അടിമൊന്നല്ലല്ലോ അള്ളാഹ്. നമ്മൾ ചോദിക്കുമ്പോഴത്തിന് അള്ളാഹ് തരാൻ നമ്മൾ ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു ചോദിച്ചുകൊണ്ടേയിരിക്കണം. സഹായം കിട്ടാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹ് സഹായിക്കാത്തത് അള്ളാഹ് സഹായിക്കും. അള്ളാഹ് നമുക്ക് എപ്പോഴാണ് സഹായം ഉത്തമം എന്ന് അള്ളാഹ്ക്ക് അറിയുന്ന അവസരത്തിൽ അള്ളാഹ് സഹായിക്കുന്നതാണ് സൂഫിയാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹ്ക്ക് നമുക്ക് സഹായം തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്ന സമയം ഉണ്ടാവും. നമുക്ക് എപ്പോഴാണോ സഹായം വേണ്ടതെന്ന് അള്ളാഹ്ക്ക് അറിയാം. ആ സമയത്ത് അള്ളാഹ് നമ്മളെ സഹായിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ദ്വാരന്നുകൊണ്ടിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ ഈ വിവരം പറഞ്ഞു. ഫഖാല ഹുവ റിസ്ഖുൻ അഖ്റജഹു അല്ലാഹു ലക്കും എന്ന് പറഞ്ഞു. ഹുവ റിസ്ഖുൻ അഖ്റജഹു അല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു ഭക്ഷണമാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണമാകുന്നു അത്. അങ്ങനെ ഫഹൽ മഅക്കും മിൻ ലഹ്മിഹി ശൈഉൻ തുതിഉമൂനഹ, നിങ്ങളെ കൂടെ ഇനി ബാക്കിയുള്ളതുണ്ടോ? ഇനി ബാക്കിയുള്ളതുണ്ടോ? നിങ്ങൾ എനിക്ക് തരാൻ വല്ല ബാക്കിയുണ്ടോ? അപ്പൊ സഹാബത്തിന്റെ സ്വഭാവമാണ്, ഒരു റസൂലുള്ളാഹിക്ക് വെക്കും. അത് റസൂലുള്ളാഹിക്ക് വെക്കാതെ ചെയ്യൂല. ഫഅർസൽന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹു, ഞങ്ങൾ ബാക്കിയുള്ളതിൽ നിന്ന്. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാനും അതേപോലെ തന്നെ വീട്ടിക്ക് കൊണ്ടാവാനൊക്കെ ഒരിടത്ത് ബാക്കി ഉണ്ടാവും. ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് കൊടുത്തയച്ചു. ഞങ്ങൾ ആ ഭക്ഷിച്ചതിൽ ഫഅർസൽന എന്നാ പറഞ്ഞ, ഞങ്ങൾ കൊടുത്തയച്ചു. അപ്പൊ കൊടുത്തയക്കുമ്പോൾ പെരേക്ക് കൊടുത്തയച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൽ നിന്ന് കൊടുത്തയച്ചപ്പോ ഫഅക്കലഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഭക്ഷിച്ചു. അപ്പൊ റസൂലുള്ള മീൻ തിന്നിരിക്കുന്നു എന്ന് എനിക്ക് തെളിവായിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നിട്ടുണ്ട്, മീന് തിന്നിട്ടുണ്ട്. പക്ഷെ അപൂർവമായിട്ടേ കഴിച്ചിട്ടുള്ളൂ. കാരണം അത് അങ്ങനെ അക്കാലഘട്ടത്തിൽ അവിടെ കിട്ടുള്ളൂ. അതുകൊണ്ട് മീൻ തിന്നാൻ പറ്റും, അത് ഹലാല് തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഭക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അതിൽ നിന്ന് ഭക്ഷിച്ചു. എത്ര അളവാണ് ഭക്ഷിച്ചത് എന്നറിയില്ല. തന്നെയല്ല, അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു വാങ്ങിച്ചതാണ്. ചില സംഗതികൾ ചോദിച്ചു വാങ്ങിക്കാം. അതിന് ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്നെന്തെങ്കിലും ചോദിച്ച് വാങ്ങിക്കുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ബർക്കത്തിന് വേണ്ടി ചോദിച്ച് വാങ്ങിക്കാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കളങ്കമില്ലാത്ത ഒരു സാധനം, യാതൊരു മിന്നത്തുമില്ല, ആരോടെങ്കിലും വിധേയത്തല്ല, ആരെങ്കിലും കൊടുത്തതല്ല.
വിധേയത്വമൊന്നുമില്ലാത്ത കളങ്കമില്ലാത്ത ഒരു സാധനം ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തതാണ്. അപ്പൊ അതിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഭക്ഷിച്ചു എന്ന് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്നതാണ് മത്സ്യം. ആ മത്സ്യത്തെ നമുക്ക് പുഴയിൽ നിന്ന് മത്സ്യം പിടിക്കാം. ആരുടെങ്കിലും ഉടമസ്ഥതയിലുള്ള കുളത്തുനിന്നൊക്കെ മത്സ്യം പിടിക്കാൻ പറ്റൂല. അതല്ലാത്ത പൊതുസ്ഥലങ്ങളിൽ നിന്നിട്ട് നമുക്ക് മത്സ്യം പിടിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. കടലിൽ നിന്നിട്ടും പുഴയിൽ നിന്നിട്ടും ഒക്കെ മത്സ്യം പിടിച്ച് അത് ഏറ്റവും നല്ല സാധനവുമാണ്, അത് ശുദ്ധമായ സാധനവുമാണ്, അള്ളാഹ് നമുക്ക് ഹലാലാക്കി തന്നതുമാണ്. പക്ഷേ ഉപ്പിലിട്ട ഉണക്ക മത്സ്യങ്ങളൊക്കെ ഭക്ഷിക്കുമ്പോൾ ചിലർക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉണക്ക മത്സ്യങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട് മത്സ്യം ഉണക്കാവുന്നതാണ്, ഉപ്പിട്ടിട്ട് ഉണക്കാവുന്നതാണ്. പക്ഷേ ഉണക്കണമെങ്കിൽ ഫുഖഹാ പറഞ്ഞത് ആ മത്സ്യത്തിന്റെ വയറ്റിലുള്ള കാഷ്ടങ്ങളൊക്കെ ഒഴിവാക്കണം. മത്സ്യത്തിന്റെ വയറ്റിലുള്ള കാഷ്ടങ്ങൾ ഒഴിവാക്കിയിട്ട് ഉണക്കണം. അല്ലെങ്കിൽ അത് ഉണക്കിയതിന് ശേഷം ആ കാഷ്ടം ഒഴിവാക്കിയിട്ട് അത് പാചകം ചെയ്യണം. മത്സ്യത്തിന്റെ വയറ്റിലുള്ള കാഷ്ടം നേസാണ്. മത്സ്യം ശുദ്ധിയുള്ളതാണെങ്കിലും വയറ്റിലുള്ള കാഷ്ടം നേസാണ്. അതുകൊണ്ടാണ് ഉണക്ക മത്സ്യങ്ങളിൽ നിന്ന് പഴയ കാലത്ത് അധികവും വാങ്ങല്. ഈ മാന്തള് പോലത്തെ സാധനം, സ്രാവ് പോലത്തെ സാധനമാകുമ്പോൾ അതിന് പിന്നെ കാഷ്ടം ഉണ്ടാവില്ല. പിന്നെ കാഷ്ടം ഈ സ്രാവ് ഉണക്കുന്ന അവസരത്തിൽ കീറിയിട്ട് പല കഷ്ടങ്ങളാക്കിയിട്ടാണ് അത് ഉണക്കുക. അപ്പൊ അതിന്റെ ഏത് ഒഴിവായി പോവും, കാഷ്ടങ്ങളൊക്കെ എന്തെയും ഒഴിവായി പോവും. മാന്തലിനാണെങ്കിൽ, മാന്തൽ എന്ന് പറഞ്ഞാൽ അത് മത്സ്യങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു മത്സ്യമാണ്. കാരണം അതിന്റെ പുറംഭാഗം നല്ല ഒഴുക്കുള്ള ആയതുകൊണ്ട് അഴുക്കുകളൊന്നും അടിഞ്ഞു നിൽക്കൂല. പുറംഭാഗം ഇങ്ങനെ ഒരു വഴുവഴുപ്പുള്ള സാധനമാണ് ഈ മാന്തൽ. അപ്പൊ അതുകൊണ്ട് അത് കരുവന്തിരുത്തിന്ന് പഠിച്ചതാണ് ഞാൻ. കരുവന്തിരുത്തിക്കാര് മത്സ്യം ആയിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. ഓര് പറയലുണ്ട് ഏറ്റവും വൃത്തിയുള്ള മത്സ്യം മാന്തളാണ് എന്ന് പോലും പറയും. നല്ല വൃത്തിയുള്ള സാധനം, അഴുക്കൊന്നും അതിന്റെ മേലിൽ പിടിക്കൂല എന്ന് പറയാറുണ്ട്. അപ്പൊ അതിന് ഇതേമാതിരി പ്രശ്നം ഉണ്ടാവില്ല. അത് ആ തലണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് കാഷ്ടം ഒഴിവാക്കാനൊന്നും അതിലൊന്നും ഉണ്ടാവില്ല. ആ തലണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ തലയാണെങ്കിലോ ബുദ്ധിമുട്ടുള്ളതുമല്ല. അപ്പോൾ ഈ കാഷ്ടം ഉള്ളിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടണം. കാഷ്ടം ഒഴിവാക്കിയിട്ടുള്ള മത്സ്യം പറ്റുള്ളൂ. നേരെ മറിച്ച് ചെറിയ എന്താ പറയാ, കത്തിച്ചൂടുണ്ടല്ലോ, കത്തിച്ചൂടെന്നല്ല പറയുന്നത്, ബത്തളിനേക്കാളും ചെറിയൊരു സാധനമുണ്ട്. ബത്തള് പിന്നെയും കുറച്ച് വലുപ്പമുണ്ടാവും ഇല്ലേ? അതിനേക്കാളും ചെറുത്ര വലുപ്പമുള്ള സാധനം ഉണ്ടല്ലോ, കത്തിച്ചൂടാന്നല്ല. അപ്പൊ എന്നോട് ഞാൻ ചെറുപ്പത്തിൽ 10 വയസ്സിൽ ഓതാൻ പോയതല്ലേ. അപ്പൊ ഞാനിങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാൻ ചെന്നാല് അവിടെയുള്ള ഭക്ഷണം കോയാക്കാന്ന് പറഞ്ഞിട്ടാണ്. നല്ല മനുഷ്യനെയാണ്. ഇന്നിങ്ങനെ തമാശ, ഞാൻ ചെറുതല്ലേ, അങ്ങനെ തമാശ ആക്കുമ്പോ മൊയിലേരെ ഇന്ന് നമുക്ക് കിട്ടിയ മീൻ എന്താന്ന് അറിയോ? കത്തിച്ചൂടയാണ്. ഇനി എന്താ കാട്ടുപോയി? കത്തിച്ചൂട കത്തിക്കാൻ പാടില്ല. കത്തിച്ചൂട ഇനിയിപ്പോ എന്താ കാട്ടാ? കത്തിക്കാൻ പാടില്ല. അപ്പൊ ഞാനും ബേജാറ്, ഇതെന്താ ഇയാളി പറഞ്ഞത്? അപ്പൊ ഇന്നെങ്ങനെ തമാശ ആക്കാൻ വേണ്ടി, ഞാൻ ചെറിയതല്ലേ, ചിലപ്പോ ഞാൻ ഉറങ്ങി തൂങ്ങും ചെയ്യും. അപ്പൊ ഉറക്കില്ലാതാക്കാൻ വേണ്ടിയിട്ട് മുപ്പരിങ്ങനെ ഓരോ തമാശ പറയും. അതിൽ പറഞ്ഞ ഒന്നാണ്. അതുകൊണ്ട് എനിക്ക് നല്ല മനപ്പാടായി ആ പേര്. ഇടക്കിടക്ക് ഇങ്ങനെ വരുന്ന കിട്ടിയ മീൻ കത്തിച്ചൂടയാണ്. നമ്മളെന്താ കാട്ട? കത്തിക്കാൻ പാടില്ലല്ലോ, കത്തിച്ചൂടാന്നല്ലേ പറഞ്ഞിങ്ങനെ, പിന്നെന്താ കാട്ടാന്ന് ചോദിച്ചു ഇങ്ങനെ തമാശ. അപ്പൊ അത് ചെറിയ സാധനം. വെത്തൽ അതിനേക്കാളും കുറിച്ച് അതിന്റെ ജ്യേഷ്ഠനാണ് ഏത് വെത്തൽ. അപ്പൊ ഈ ഇത്തരം മീനുകളുടെ ഉള്ളിലുള്ള കാഷ്ടങ്ങൾ പൊറുക്കപ്പെടുന്ന അതിന് കുഴപ്പമില്ല. കാരണം നമുക്കത് ഒഴിവാക്കാൻ കഴിയൂല. അത് ഒഴിവാക്കാൻ മീനിനെ തന്നെ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം മീനുകളുടെ ഉള്ളിലുള്ള കാഷ്ടങ്ങൾ വിരോധമില്ല. അത് ഒന്നിച്ച് തിന്നുകൊണ്ടൊന്നും വിരോധമില്ല. നേരെ മറിച്ച് കാഷ്ടം ഒഴിവാക്കാൻ പറ്റിയ മീനുകളാണെങ്കിൽ ആ കാഷ്ടം ഒഴിവാക്കുകയും അങ്ങനെ ഒഴിവാക്കിയിട്ട് അതിനുശേഷം ഒഴുക്കുവെള്ളം പാർന്നിട്ടാണ് ആ മീന് വേവിക്കേണ്ടത്. അമ്മമാരൊക്കെ അത് നന്നായിട്ട് ശ്രദ്ധിക്കും. മീനുണ്ടാക്കുമ്പോൾ ഒരു ചട്ടിയിലൊക്കെ മീനൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഒഴുക്കുവെള്ളം പാർന്നിട്ട് അത് ഓല കൈമലൊക്കെ നൈസായിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളെ വിളിച്ചിട്ട് ആ മീന് ഒന്നായിട്ട് കൈ പിടിച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കൊട്ടക്കൈല് പോലത്തെ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഓട്ടമുള്ള അരിപ്പ പോലത്തെ സാധനം അതിലൊക്കെ വെച്ചിട്ട് ഒരു നല്ല പോലെ വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് ഭക്ഷിക്കാൻ തരിക. കാരണം നൈസ് വൃത്തിയാക്കാൻ അറിയും. നേരെ മറിച്ച് ഹോട്ടൽ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ മീന് കഴുകി വൃത്തിയാക്കുന്നത് അല്ലാഹു ആലം. അത് നൈസൊക്കെ വൃത്തിയാകുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഹോട്ടലിൽ പോയി മീന് കഴിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഇവിടെ ശരിക്കും വൃത്തിയാക്കിയിട്ടുണ്ടാവോ ശുദ്ധിയാക്കിയിട്ടുണ്ടാവോ എന്നൊക്കെ ചോദിച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഹോട്ടലിൽ ചെന്നിട്ട് മീൻ ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇറച്ചി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല നൈസൊക്കെ ശുദ്ധിയാകുന്ന രൂപത്തിൽ ഒഴുക്കുള്ളൊക്കെ പറഞ്ഞിട്ടാണോ ഇത് കഴിഞ്ഞിട്ടാണോ ഇത് പാചകം ചെയ്തിട്ടുള്ളത് എന്നവരോട് ചോദിക്കേണ്ടതില്ല. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് കഴിക്കാന്നാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കഴിക്കാം. മറ്റതിപ്പോ നമ്മൾ ഏത് ഹോട്ടലിലൊക്കെ കയറാം, അധിക ഹോട്ടലിലും ബംഗാളികളാണ്.
അതുപോലത്തെ ആൾക്കാരാണ് ഇപ്പോൾ പാചകക്കാർ. ഐറ്റങ്ങൾക്ക് പോലെ നേഴ്സിനെ പറ്റി വല്ലതും അറിയോ? ഐറ്റങ്ങൾ ഒഴുക്കെള്ളം പാരുന്നുണ്ടോ ഇല്ലെന്ന് ഇപ്പം നമുക്ക് എങ്ങനെ ഒഴുക്കെള്ളം പാരുന്നുണ്ടെങ്കിൽ ഈ സാധനം ശുദ്ധിയാവൂല, ഇത് ശുദ്ധിയാവൂല. അതുകൊണ്ട് ചില ആൾക്കാരൊന്നും ഹോട്ടലിൽ കയറിയിട്ട് ഇറച്ചി മീനും കഴിക്കാറില്ല. ചില ആൾക്കാരൊക്കെ പച്ചക്കറി എന്ത് ചെയ്യുള്ളൂ കഴിക്കുള്ളൂ. കാരണം ഈ ഒരു വിശ്വാസമുണ്ട്, ഇത് കഴിക്കാൻ കഴിയൂല എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ കഴിക്കാതിരിക്കണം എന്നില്ല, അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് മസാല. അള്ളാഹു നമുക്ക് ജീവിക്കാനുള്ള എന്തെല്ലാം എളുപ്പങ്ങളാ ചെയ്തു തന്നിട്ടുണ്ടെന്ന് അറിയോ? അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നത്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീൻ തിന്നിട്ടുണ്ട്. ആ മീന് തിന്നിട്ടുണ്ട് എന്നതിനുള്ള തെളിവ് ഇതാണ്. അത് നമുക്ക് അനുവദിച്ചതായ ഒരു സാധനമാണ്. അതിൽ ഈ രൂപത്തിലാണ് നമ്മളത് വൃത്തിയാക്കി കഴിക്കേണ്ടത്. അതിൽ നജസിന്റെ വശങ്ങളൊക്കെ ഉണ്ട്, അത് ശ്രദ്ധിച്ച് കഴിക്കേണ്ടതാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് അനുവദിച്ചതൊക്കെ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് എല്ലാവർക്കുമുണ്ട്. അള്ളാഹു അതിൽ നിന്നൊക്കെ ഒരു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും പലരും അനുഭവിക്കുന്നുണ്ട്. ജല്ല ജലാലുവായ അള്ളാഹു എല്ലാത്തിനും ഒരു ഫറഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചായയും പലഹാരവും നമുക്ക് നൽകുന്നത് നമ്മുടെ സലീം കുഞ്ഞാക്കാന്റെ ടി കുഞ്ഞാക്കാന്റെ മകൻ സലീമാണ്. കുഞ്ഞാക്ക മരിച്ച മാസമാണ് അറഫാന്റെ അന്നാണ് കുഞ്ഞാക്ക മരിച്ചത്. വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് കഴിവുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മുടെ മഹല്ലത്തിന് അദ്ദേഹവും കുടുംബവും എപ്പോഴും ചെയ്യാറുണ്ട്. എപ്പോഴും അവിടെ മുത്തഅല്ലിമീങ്ങൾ ഭക്ഷണത്തിന് ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഞാൻ വന്ന ഉടനൊക്കെ ഫോൺ ചെയ്യാൻ വേണ്ടി, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലല്ലേ, ലാൻഡ് ഫോൺ തന്നെ വളരെ കുറഞ്ഞ വീടുകളിലേ ഉള്ളൂ. കുഞ്ഞാക്കാൻ്റെ അവിടെ പോയി ഫോൺ ചെയ്യലുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളെ പിന്നെ കുഞ്ഞാലങ്കാക്കാൻ്റെ അവിടെ ഒരുപാട് തവണ പോയിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുട്ടിയാക്കാൻ്റെ അവിടെ ഒരുപാട് തവണ പോയിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഫോൺ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു. അങ്ങനെയൊക്കെ പോയി ഇപ്പോൾ ഓരോരുത്തരത്തും 2ഉം 3ഉം ഫോണൊക്കെ ആയിപ്പോയി. ഒരു പ്രദേശത്തേക്ക് തന്നെ ഒരു ഫോൺ ഉണ്ടായിരുന്നത്. അള്ളാഹു കുഞ്ഞാക്കാക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ ഖിദ്മത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ അള്ളാഹു സാലിഹീങ്ങളാക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.